അങ്ങനെ ഇതാ ഇന്നെൻ്റെ ബർത്ത്ഡേ ഇട്ടാ. അപ്പോൾ രാവിലെ നമ്മൾ ട്യൂഷനൊക്കെ പോയി ഞാനൊരു സർപ്രൈസ് എന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് ഒരു വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയ ടൈമിൽ നമ്മൾ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അടിപൊളിയാവുമല്ലോ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഞാനും ഉമ്മയും എല്ലാവരും മാറ്റി നിൽക്കണം. അപ്പോഴാണ് നമ്മളോടൊക്കെ നമ്മളെ മാമി വന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകാൻ നിന്ന്. അങ്ങനെ ഇതാ ഞങ്ങൾ വണ്ടിമേലൊക്കെ കയറിയിരുന്നു. ഞങ്ങൾ പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതിലിടക്കുമ്പോൾ ATM നിർത്തിയതാണ്. കാര്യം ബീച്ചിലെത്തിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശപ്പ് ഇത്തിരി കൂടുതൽ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കയ്യിൽ പൈസ ദുഡ്ഡ് മണി വേണമല്ലോ. അപ്പോൾ അവിടുന്ന് നമ്മൾ ATM പൈസ ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ നേരെ ബീച്ചിലേക്ക് വിട്ട് പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് തപ്പി നടക്കിയിരുന്നു. അവിടുന്ന് നല്ല ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ. ബീച്ചിലാകുമ്പോൾ നല്ല ലൈറ്റിങ്ങും പിന്നെ ബീച്ചിൻ്റെ ആ ഒരു വൈബൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാവുമല്ലോ ഫോട്ടോ എടുക്കാൻ. പിന്നെ ഈ ഡ്രസ്സ് ഒരു പ്രത്യേക ഒരു ഐറ്റം കളറാണ്. അപ്പോൾ ആ ഡ്രസ്സിൻ്റെ കളറൊക്കെ ആകുമ്പോൾ അടിപൊളിയാവുമല്ലോ. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്ക് ബീച്ചിൽ പോകാമെന്ന്. അപ്പം പറഞ്ഞാൽ അന്നായിക്കോട്ടെ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ അങ്ങനെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇൻ്റെയും മെയ്സൂൻ്റെയും ഒക്കെ കുറച്ചധികം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ വീഡിയോസൊക്കെ എടുത്ത്. പക്ഷേ അവിടുന്ന് കറങ്ങണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല കാറ്റായതുകൊണ്ട് കറങ്ങുമ്പോൾ ഉടുപ്പ് വേറൊരു ഭാഗത്തേക്കും ഞാൻ വേറൊരു ഭാഗത്തേക്കും വീണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഈ പാറമക്കൂടൊക്കെ ചാടിയിട്ട് വേണം എൻ്റെ ഇറങ്ങാൻ. അപ്പുറത്ത് കൂടെ പോയിരുന്നു. പക്ഷേ ഞങ്ങൾ കുറച്ചിങ്ങനെ നടന്നു വന്നു. പിന്നെ ഇതാ അവിടെ എത്തിയാലാണെങ്കിലോ വിശപ്പ് കൂടും. കാര്യം എന്താണ് കുറേ കടകളിലും പലതും കാണുമ്പോൾ വിശപ്പ് നല്ല കൂടും. അങ്ങനെ പിന്നെ പോയ പാടെ നമ്മൾ 1-2 പ്രാവശ്യം ഇങ്ങനെ തിരിഞ്ഞ് ഒരു 3-4-5 ഫോട്ടോ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ വിട്ട് നന്നാരി വെള്ളം കുടിക്കാൻ. അങ്ങനെ പിന്നെ അവരവിടെ നന്നാരി വെള്ളമൊക്കെ ഉണ്ടാക്കണൊക്കെ നോക്കി, ചുരൻ്റെ ഐസ് ഉണ്ടാക്കണൊക്കെ നോക്കി. പക്ഷെ ചുരൻ്റെ ഐസ് വേണ്ട, ഭയങ്കര തണുപ്പാണ്. ചില സമയത്ത് എന്താണെന്ന് തോന്നും, ചില സമയത്ത് എന്താണെന്ന് തോന്നില്ല. പിന്നെ നമ്മളവിടെ നിന്ന് നന്നാരി വാങ്ങുന്നത് അത് എനിക്കിഷ്ടമാണ്. അത് പിന്നെ കുറച്ച് തണുപ്പ് കഴിഞ്ഞ് ഇങ്ങനെ കുടിക്കാൻ രസമാണ്. പക്ഷെ ഓവർ തണുപ്പാവാൻ പാടില്ല. പിന്നെ മൊത്തത്തിൽ ഒരൊറ്റ വഴിക്ക് കുടിക്കാൻ പറ്റില്ല. പക്ഷെ നല്ല റിഫ്രഷിങ് ആണ് സാധനം. പിന്നെ നമ്മൾ ഇത് നിൽക്കണില്ല, നന്നാരി സർബത്ത് കാത്ത് നിൽക്കണം. മാമിനോട് പറയണം മാമി പോവല്ലേ എന്നറിയണേ. അങ്ങനെ പിന്നെ നമ്മളവിടെ കുറേ നേരം ഈസുവിൻ്റെ കളിയൊക്കെ കണ്ടിരുന്നു. പിന്നെ അപ്പുറത്തുനിന്നൊക്കെ നമ്മളിങ്ങനെ ആൾക്കാരൊക്കെ നമ്മൾ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ കുറച്ച് നേരം അവരൊക്കെ നിരീക്ഷിച്ച് പിന്നെ കുറച്ച് നേരം കടലുണ്ട്. പിന്നെ അത് അവിടുന്ന് നന്നാരി സർബത്ത് കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഉപ്പിലിട്ട മാങ്ങ കഴിക്കണം എന്നൊരു പൂതി. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഓരോ ഉപ്പിലിട്ട മാങ്ങ എടുത്ത് പിന്നെ അതിൻ്റെ മസാല ഒക്കെ ഉണ്ടാവില്ല അവിടെ. പിന്നെ ഉപ്പിലിട്ട മാങ്ങ ഒന്നെടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് മസാല ഒക്കെ തേച്ചിട്ട് പിന്നെ അത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആണല്ലോ. പക്ഷെ ഞാൻ പകുതി തിന്നിട്ടുള്ളൂ. എൻ്റെ ഉപ്പിലിട്ട മാങ്ങ അല്ലെങ്കിൽ ഫുള്ളും തിന്നിട്ട് ബാക്കിയുള്ളതും കൂടെ തിന്നാനാളാണ് ഞാൻ. പക്ഷേ കുറച്ച് തിന്നാൻ പറ്റില്ല. എന്താ അത് നന്നാരി വെള്ളം കുടിച്ചിട്ടാന്ന് തോന്നുന്നു. അങ്ങനെ മാങ്ങയ്ക്ക് നല്ല അടിപൊളി മസാല ഒക്കെ തേച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ മസാല കൂട്ടി കഴിക്കാൻ. അങ്ങനെ വന്നത് ഫോട്ടോ എടുക്കാനാണെങ്കിലും നടന്നത് ഫുള്ള് തീറ്റയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ. പിന്നെ കുറേ മസാല ആക്കിയില്ലേ, നമ്മൾ ഉമ്മാൻ്റെ എൻ്റെ കൂടെ ഇങ്ങനെ വരുതി 2 ആൾക്കും കുറച്ച് മസാല ആക്കി അങ്ങനെ എടുത്താണ്. പിന്നെ നമ്മൾ കടലിൽ ഇറങ്ങാൻ വേണ്ടി കുറേ മെനക്കിട്ട് പക്ഷെ ഇറക്കിയില്ല. കാര്യം ഈ ഉടുപ്പിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉടുപ്പും കേടരും. പിന്നെ അവളും ഒന്നാകെ നനഞ്ഞാകെ ഇതാവും. പിന്നെ അവൾ വണ്ടി മരിക്കുമ്പോൾ ഞങ്ങൾ 2 ആളും പിന്നെ നനയും. പിന്നെ ഉടുപ്പാകെ നാശമാവും. പിന്നെ രാത്രി വേറെ 1-2 പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഉടുപ്പ് നാശമാക്കണ്ടല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം കടൽ ഇങ്ങനെ കണ്ട് പിന്നെ അവിടെ എത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിങ്ങനെ തിരിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് ഒരു പാക്കറ്റ് മിഠായി വാങ്ങിയിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ മിഠായി തിരഞ്ഞു പോയിട്ട് ഇവിടുന്ന് മിഠായി കിട്ടിയില്ല. അപ്പോഴാണ് ഉമ്മ പറഞ്ഞേ വൈകൻ്റെ ചേച്ചി ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകൻ്റെ ചേച്ചി മാത്രമായിട്ട് വരില്ലല്ലോ, അപ്പോൾ വൈകി ഉണ്ടാവുമല്ലോ. അങ്ങനെ വൈകൻ്റെ ചേച്ചീൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ച് അല്ല വൈകുണ്ടോയെന്ന്. അപ്പോൾ പറഞ്ഞ് വൈകുണ്ട്, വൈക അതായിരിക്കണം. അങ്ങനെ പിന്നെ അപ്രതീക്ഷിതമായി 3 മണിക്കൂറുകൾക്ക് ശേഷം വൈകനെ വീണ്ടും കൊണ്ടുവിട്ടി. അങ്ങനെ പിന്നെ ഞങ്ങൾ 2 ആളും അവിടുന്ന് വീണ്ടും 1-2 ഫോട്ടോസ് എടുത്ത് പിന്നെ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് അവൾ കുറച്ച് നേരം ഈസിനെ കളിപ്പിച്ച്. ഈസ് ഭയങ്കര കിർക്കിലായിരുന്നു അവൾ വെള്ളത്തിലിറക്കായിട്ട്. പക്ഷെ വെള്ളത്തിലിറക്കിയിട്ടുണ്ടെങ്കിൽ ആളാകെ നാശമാവും. അതുകൊണ്ട് പിന്നെ വെറുതെ എന്തിനാ. അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് നേരം കളിച്ച് നിയമോളും ഒക്കെ അടിച്ചു പൊളിച്ച് വെള്ളത്തിൽ കളിക്കാൻ നല്ല രസമാണ്. പക്ഷേ കണ്ടില്ല അമ്മ പിടിച്ചുകൊണ്ടാവണ രംഗാണ് ഈസുവിനെ വെള്ളത്തിൽ ഓടിയിട്ട്. പിന്നെ ഞാൻ പിന്നെ അവിടെ ഇങ്ങനെ കുറച്ച് നേരം അവരായിട്ടൊക്കെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അവരെ കുടുംബക്കാരൊക്കെ ഉണ്ടായിരുന്നു. അമ്മച്ചനൊക്കെ ഉണ്ടായിരുന്നു. അവളെന്താ അച്ഛനായിട്ടാന്ന് തോന്നുന്നു വിളിക്കുക. കണ്ടില്ല ഇതാണ് നമ്മുടെ വൈക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ വരുന്ന ഒരാളുണ്ട്, ഇതാണ് വൈകൻ്റെ അമ്മൻ്റെ ഏട്ടനാണോ അനിയനാണെന്ന് അറിയില്ല, ആരും ഒരാൾ മോളാണ്, ലിയാന്നാണ് പേര്. അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ കുറച്ച് കമ്പനിയായി. അങ്ങനെ ഇതാ ഞങ്ങൾ ബീച്ചിൽ ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഉമ്മ പറഞ്ഞു ഇനി വേഗം ഇവിടെ കുറച്ച് നേരം കൂടെ ഇവിടെ നിന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ പൈസ കാലിയാവുന്നു. പിന്നെ കണ്ടില്ല ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്താണ്. പക്ഷെ അമ്മ പറഞ്ഞു വീഡിയോ ആണെന്ന്. ചമ്മയത് പിന്നെ ആരോട് അറിയില്ല. പിന്നെ അതാ കുറച്ച് നേരം കൂടെ അവിടെ നിന്നപ്പോൾ ഒരു ഐസ്ക്രീമും കൂടെ വാങ്ങി. ഞാൻ ടെൻഡർ കോക്കനട്ടാണ് വാങ്ങിയത്. പിന്നെ കണ്ടില്ല ഐസ്ക്രീമൊക്കെ തിന്നണം, അങ്ങനെ മറ്റെന്താ പറയുക പാനിപൂരി തിന്നണ പോലെ ഐസ്ക്രീമൊക്കെ തിന്നണം. പിന്നെ കുറച്ച് തന്നപ്പോൾ ഞാൻ നിയമം കൊടുത്ത് കാര്യം ഒലിച്ച് എൻ്റെ കൈമൊക്കെ ഇറങ്ങിയാണ്. പിന്നെ രാത്രി ആയപ്പം അവിടുന്ന് ഇപ്പാൻ്റെ റൂമിലുള്ള ഇപ്പാൻ്റെ ഫ്രണ്ട് എനിക്കൊരു കേക്ക് അയച്ചു തന്നവർ.
നല്ലൊരു കിഡിലൻ ചോക്ലേറ്റ് കേക്കാണ്. ഇതിൻ്റെ പേര് ചോക്ലേറ്റ് കേക്കാണ്, ചോക്ലേറ്റിൻ്റെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം എന്നാണ് തോന്നുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് കേക്ക് ആകുമ്പോൾ ക്രീമൊക്കെ എന്താ പറയുക, വിപ്പിംഗ് ക്രീമിൽ ചോക്ലേറ്റ് ഗിനാഷ് ആക്കിയതല്ലേ, പക്ഷെ ഇത് ഫുള്ളൊരു ചോക്ലേറ്റ് ഗനാശ എന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു അടിപൊളി ഇങ്ങനെ എന്താ പറയുക, വാലിട്ട് അലിഞ്ഞു പോലെ അങ്ങനത്തെ ഒരു ബ്രൗണി കഴിക്കുന്ന ഒരു ടേസ്റ്റ്. എനിക്ക് ബ്രൗണിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് തോന്നുന്നത് ഈ കേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചോക്ലേറ്റ് കേക്ക് ഞാൻ ഇതുവരെ ചോക്ലേറ്റ് കേക്ക് കഴിച്ചിട്ടില്ല. പിന്നെ കണ്ടില്ല ആർക്കും വേണ്ടാതെ അറ്റത്തിരിക്കണം ഞാൻ ഉണ്ടാക്കിയ കേക്ക്. അങ്ങനെ ഇത് ഫസ്റ്റ് മുറിച്ച്, പിന്നെ നമ്മളെ ഇപ്പപ്പ ഉണ്ടായിരുന്നു, ഉമ്മമ്മ ഉണ്ടായിരുന്നു, മാമി ഉണ്ടായിരുന്നു, അനു ഉണ്ടായിരുന്നു, നിയമോൾ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പമ്മ ഉണ്ടായിരുന്നു, പിന്നെ ലജിൻ ഉണ്ടായിരുന്നു, ലിസാൻ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് കേക്ക് മുറിച്ചത്. അങ്ങനെ ഇതാ ലിസാനൊക്കെ വീഡിയോ എടുത്ത് നിൽക്കുകയാണ്. പിന്നെ ഇപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും കേക്കൊക്കെ നമ്മൾ വായിൽ വെച്ച് കൊടുത്ത് നല്ല കിടിലൻ കേക്ക്. പിന്നെ നമ്മൾ എല്ലാവരും കുറച്ചധികം കേക്ക് കഴിച്ച്, പിന്നെ അതാ അപ്പപ്പാക്കും ഉമ്മമാക്കൊക്കെ നമ്മൾ വായിലൊക്കെ വെച്ച് കൊടുത്ത്. അങ്ങനെ കേക്ക് ഫസ്റ്റ് കേക്ക് കട്ട്. ഞാനിപ്പോൾ എത്രാമത്തെ കേക്കാണ്, ട്യൂഷൻ സെൻ്ററിൽ 3 കേക്ക് കട്ട് ചെയ്ത്, ഇപ്പോൾ 4ാമത്തെ കേക്ക്, 5ാമത്തെ കേക്കാണ് ഇരിക്കുന്നത്. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് കുറച്ചധികം കേക്ക് തന്നെ കട്ട് ചെയ്തിരുന്നു. ട്യൂഷൻ സെൻ്റർക്ക് കൊടുന്നാണ് കുറച്ചധികം ഉണ്ടായിരുന്നു, 3 കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എല്ലാവരും കൂടെ അത് നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ അങ്ങനെ വട്ടത്തിൽ നിന്നിട്ട് കുറേ ആൾക്കാർ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പാടിയിട്ട് കേക്ക് മുറിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ബർത്ത്ഡേക്ക് അത്ര തോന്നെ ആൾക്കാരെ മുന്നിൽ നിന്ന് കേക്ക് മുറിക്കുന്നത്. പിന്നെ സ്കൂളിൽ ഞാൻ ആദ്യമായിട്ടാണ്, ട്യൂഷനിൽ ഞാൻ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത്. എൻ്റെ ബർത്ത്ഡേ ഏപ്രിലായതുകൊണ്ട് എല്ലാ ടൈമിലും എന്താ പറയുക, വെക്കേഷൻ ആണല്ലോ. പിന്നെ ഇപ്പോൾ 8ാം ക്ലാസ്സിൽ ഞാൻ ട്യൂഷന് കയറുന്നത്. അപ്പോഴും വെക്കേഷൻ ഞാൻ എൻ്റെ ബർത്ത്ഡേൻ്റെ ടൈമിൽ ഞാൻ വെക്കേഷൻ 1 മാസത്തോളം ഞാൻ 8ാം ക്ലാസ്സിൽ ലീവ് അയക്കണ്, പെരുന്നാളിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ പിന്നെ ട്യൂഷൻ സെൻ്റർ ലീവാന്ന് തോന്നുന്നത്. അങ്ങനെ പിന്നെ 9ാം ക്ലാസ്സിൽ വെക്കേഷൻ ഞാൻ ട്യൂഷന് പോയിട്ടില്ല, മടിയായി. പിന്നെ 10ാം ക്ലാസ് ചിലപ്പം മുടക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പിന്നെ വെക്കേഷന് പോയതുകൊണ്ട് അവിടുന്ന് എല്ലാവരും കൂടെ കേക്കൊക്കെ മുറിച്ച് നല്ല രസമുണ്ടായിരുന്നു. ഉമ്മ എന്നോട് പറഞ്ഞില്ല വരുന്നത്. ഉമ്മ എന്നോട് പറഞ്ഞു നമുക്ക് ട്യൂഷൻ സെൻ്ററിൽ നിന്ന് കേക്ക് മുറിക്കാമെന്ന് ആദ്യം പറഞ്ഞു. പക്ഷെ ഉമ്മ പറഞ്ഞു വേണ്ട ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് വന്നിട്ട് മുറിക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഉണ്ട് കേക്കായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്നുള്ള അവസ്ഥയാണ്. പിന്നെ കണ്ടില്ല എൻ്റെ കുനാഫ കേക്ക് മുറിക്കായിരുന്നു. കേക്കിന് കുറച്ച് കട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ആ സാരില്ല, ഇതേ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ മുറിച്ച് കഴിക്കണം. അപ്പോഴാണ് ആ കുനാഫിൻ്റെ ക്രിസ്പി ഉണ്ടല്ലോ അത് കിട്ടൽ. ഇപ്പോൾ ക്രിസ്പിയൊക്കെ പോയിക്കണം, പക്ഷേ സംഗതി ആ ക്രീം ചീസിൻ്റെയും ആ ചോക്ലേറ്റിൻ്റെയും കുനാഫിൻ്റെയും കൂടെ ആ റിച്ച് ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടോ വെച്ചാൽ ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഇല്ല വെച്ചാൽ ടേസ്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ടേസ്റ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് ആ കുനാഫയും കൂടെ കുറച്ച് ക്രിസ്പി ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. എന്നുവെച്ചാൽ നമുക്ക് ഒരു വട്ടം കൂടെ ഉണ്ടാക്കണം. കണ്ടില്ല ഞങ്ങളെല്ലാവരും കൂടെ വട്ടത്തിൽ നിന്നിട്ട് കേക്ക് മുറിക്കണത്. കുറേ ആൾക്കാരുണ്ടായിരുന്നു. വിന്നേഴ്സത്തെ സജീവ് സാറാണ് നിൽക്കുന്നത്. പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് ഞങ്ങൾ ബയോളജി സാറ്. പച്ച ഷർട്ട് ഇട്ടതാണ് ബയോളജി സാറ്. പിന്നെ മറ്റേ ഷർട്ട് ഇട്ടാണ് ഞങ്ങൾ വിന്നേഴ്സത്തെ ഒറിജിനൽ സജീവ് സാറ്. സോറി, എല്ലാവരും ഒറിജിനലല്ലോ അല്ലേ, ഡ്യൂപ്ലിക്കേറ്റ് അല്ലല്ലോ. കണ്ടില്ലേ, ഇതാണ് ആ സർപ്രൈസ് എൻട്രി. കണ്ടില്ലേ, ഞാനിപ്പോൾ അന്തം വിട്ട് അന്താളിച്ച് കിളിക്കൂടും പാറിപ്പോയ അവസ്ഥയിലാണ് കണ്ടില്ലേ, ഞാൻ കൈ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കണത്, ഞാൻ ആകെ വിജൃംഭിച്ച് പോയി. അങ്ങനത്തെ ഇരുത്താണായിരിക്കണത്. എന്താ ഇവിടെ നടക്കണേ, എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്നുള്ള അവസ്ഥയായിരുന്നു എനിക്ക്. ഉമ്മ കേക്കേറ്റ്, ഉമ്മി റഷീദാദ് ആയിഷലിയും കേക്കേറ്റ് ഇങ്ങനെ വന്ന പടന്നെ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ടു യു അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആകെ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് എനിക്ക്. എന്താണ് പിന്നെ നൊലോളിയൊന്നും വരില്ല, എന്താവുക ചിലർക്കാണ് സർപ്രൈസ് ആയി വേഗം നൊലോളിയൊക്കെ വരുന്നതാണ്. പക്ഷെ എനിക്കെന്താ ആ സാധനം തീരെ വരില്ല. എല്ലാ സമയത്ത് വെറുതെ വേഗം വന്നോളൂ കണ്ണീരൊക്കെ. അങ്ങനെ ഇതാ എല്ലാവരും കൂടെ നിന്ന് അടിപൊളിയായിട്ട് ആദ്യമായിട്ടാണ് ഇത്ര തോന്നെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യണത്. അല്ലെങ്കിൽ 1-2 ആൾക്കാർ ഇങ്ങനെ കൈയിട്ടുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ വീട്ടിൽ. പിന്നെ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു, നല്ലൊരു മൊമെൻ്റ് ആയിരുന്നത്. എനിക്ക് ഇതുവരെ ഇങ്ങനത്തെ ഇത്ര വലിയ സർപ്രൈസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇത് വലിയ സർപ്രൈസ് ആയിരുന്നു. പിന്നെ അതാ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും നമ്മൾ കേക്കൊക്കെ കൊടുത്ത്, പിന്നെ നമ്മൾ ഇതാ ഫ്രണ്ട്സിനൊക്കെ കേക്കൊക്കെ വായിൽ വെച്ച് കൊടുത്ത് അടിപൊളി കേക്ക് സൂപ്പറായിരുന്നു കേട്ടോ. കേക്ക് നമ്മളിങ്ങനെ പീസാക്കി കൊണ്ടുവരുന്നു, കുറച്ച് കട്ട് ചെയ്ത പീസസും 2 കേക്ക് നമ്മൾ കട്ട് ചെയ്ത്, പിന്നെ എനിക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേക്കും. പിന്നെ കേക്ക് തരുമ്പോൾ സ്വാഭാവികമാവും താടിമലും മൂക്കുമലൊക്കെ ആവും, അതൊക്കെ കേക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി എനിക്ക് വന്നപ്പോൾ വൈകപ്പത്തപ്പോൾ വൈകും സാറ് കൊടുത്ത്. അങ്ങനെ ഇതാ പിന്നെ എല്ലാവർക്കും നമ്മൾ കേക്കൊക്കെ കൊടുത്ത് അവർക്ക് എല്ലാവരും ആവശ്യത്തിന് കേക്കൊക്കെ കഴിച്ചു. എന്താ പറയുക, നല്ല റാഹത്തായി എനിക്ക്. പിന്നെ നമ്മൾ എല്ലാവരും പിന്നെ എയ്സ് കുട്ടിക്ക് വൈകന് കിട്ടിയ അവളെ മതി, അവളെ നല്ല ഇഷ്ടമാണ്. ചേച്ചി തന്നെ പിന്നാലെ പോകും, നല്ല ഇഷ്ടമാണ് അവളെ. പിന്നെ ഇതാ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത്. എല്ലാവർക്കും ഒരു കുറവെന്താ വെച്ചാൽ ഈ വീഡിയോ എടുക്കുന്നത് എല്ലാവർക്കും ഭയങ്കര കുറവാണ്. അതെന്താ അറിയില്ല, വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കണ്ടില്ല, അകലം പാലിച്ച് നിൽക്കണം എല്ലാവരും കണ്ടില്ല, വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ.
വീഡിയോ എടുക്കുന്നത് ഇവർക്കൊക്കെ അലർജിയാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊരു അലർജി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനെന്താ അടക്കി പിടിച്ചു. കാര്യം എൻ്റെ ബർത്ത്ഡേ ആണല്ലോ. പിന്നെ എൻ്റെ പ്രൊഫഷനും ഈ വ്ളോഗർ എന്ന് പറഞ്ഞാൽ ആ ഒരു പദവി ഉണ്ടല്ലോ, അതാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ വ്ളോഗ് എടുക്കുക തന്നെ വേണം. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് കേക്ക് ഉഷാറായിരുന്നു. അപ്പം ഇനി വേറെ വീഡിയോസ് ആയിട്ട് ഈ ബസ് വീണ്ടും വരും.